ഹായ് ഫ്രണ്ട്സ്, റെയിൽവേ ALP ടെക്നീഷ്യൻ അവരുടെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാം റിസൾട്ട് വന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള എക്സാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ അതിൻ്റെ സിലബസ് നോക്കാം. ഇതിൽ പാർട്ട് എ, പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്ടാക്കിയിട്ടാണ് ഈ എക്സാം നടക്കുന്നത്. പാർട്ട് എയിൽ 100 മാർക്കും, പാർട്ട് ബിയിൽ 75 മാർക്കും. മൊത്തം 175 ക്വസ്റ്റ്യൻ, 175 മാർക്ക്. നെഗറ്റീവ് മാർക്കുണ്ട്. അതിൽ പാർട്ട് എയിൽ വരുന്നത് മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ്. ഈ 4 ഭാഗത്തു നിന്നാണ് പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇതിൽ മാത്തമാറ്റിക്സിന് 25 മാർക്കിലും, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 25 മാർക്കിലും, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 40 മാർക്കിലും, ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് ഈ ഭാഗത്ത് 10 മാർക്കിനും മൊത്തം 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്. ഇനി ഈ 4 പാർട്ടിലും വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം, ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മാത്തമാറ്റിക്സ്. അതിൽ വരുന്നത് നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽ, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആൾജിബ്ര, ജിയോമെട്രി, ട്രിഗ്നോമെട്രി, എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ക്വയർ റൂട്ട്. ഇതെല്ലാമാണ് മാത്തമാറ്റിക്സിൽ വരുന്ന ടോപ്പിക്ക്. ഈ PDF ടെക്സ്റ്റ് ബുക്ക് എന്നൊരു വെബ്സൈറ്റിൽ വന്ന PDF ആണ്. അതുകൂടാതെ പിന്നെ വരുന്നത് ഏജ് കാൽക്കുലേഷൻസ്, കലണ്ടർ ആൻഡ് ക്ലോക്ക്, പൈപ്സ്, സിസ്റ്റേൺ, എക്സെട്ര. ഇതെല്ലാമാണ് മാത്തമാറ്റിക്സ് എന്ന ഭാഗത്തിൽ വരുന്ന ടോപ്പിക്സ്. പിന്നെ വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. അതിൽ വരുന്നത് അനലോഗീസ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്സ്, സിലോജിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി, കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അനലിറ്റിക്കൽ റീസണിംഗ്, ക്ലാസിഫിക്കേഷൻ, ഡയറക്ഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്, ആർഗ്യുമെൻറ്റ്സ് ആൻഡ് അസംപ്ഷൻസ്, എക്സെട്ര. ഇതെല്ലാമാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പിന്നെ വരുന്നത് ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് ആണ്. അതിൽ വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, അതർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഇതെല്ലാമാണ് ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഭാഗങ്ങൾ. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇതിൽ നിന്നാണ് 40 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ വരുന്നതെല്ലാമാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, പ്രൊജക്ഷൻസ്, വ്യൂസ്, ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, ലൈൻസ്, ജോമെട്രിക് ഫിഗേഴ്സ്, സിംബോളിക് റെപ്രസെൻറ്റേഷൻ. 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് വരെ. യൂണിറ്റ്സ്, മെഷർമെൻറ്റ്സ് 3-4 ക്വസ്റ്റ്യൻസ്. മാസ്, വെയ്റ്റ് ആൻഡ് ഡെൻസിറ്റി 2-3 ക്വസ്റ്റ്യൻസ്. വർക്ക്, പവർ ആൻഡ് എനർജി 2-3 ക്വസ്റ്റ്യൻസ്. സ്പീഡ് ആൻഡ് വെലോസിറ്റി 1-2 ക്വസ്റ്റ്യൻസ്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ 2-3 ക്വസ്റ്റ്യൻസ്. ബേസിക് ഇലക്ട്രിസിറ്റി 2-3 ക്വസ്റ്റ്യൻസ്. ലെവേഴ്സ് ആൻഡ് സിമ്പിൾ മെഷീൻസ് 2-3 ക്വസ്റ്റ്യൻസ്. ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് 2-3 ക്വസ്റ്റ്യൻസ്. എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ 1-2 ക്വസ്റ്റ്യൻസ്. IT ലിറ്ററസി 2-3 ക്വസ്റ്റ്യൻസ്. ഇതെല്ലാമാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന ഭാഗത്തിൽ വരുന്ന ടോപ്പിക്ക്. അപ്പോൾ ഇതെല്ലാമാണ് പാർട്ട് എയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. പാർട്ട് എയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതെല്ലാമാണ്. പാർട്ട് ബിയിൽ ചോദിക്കുന്നത് നമുക്ക് കിട്ടിയിരുന്ന ട്രേഡ് ഏതാണോ അത് വെച്ചിട്ടുള്ള സിലബസ് ആണ്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. അതിൽ വരുന്ന എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്. ഇത് വരുന്നത് ഇതെല്ലാമാണ്. ഡ്രോയിങ് ഷീറ്റ്, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, സൈസ് A0, A1, A2, A3, A4, A5. ഡെസിഗ്നേഷൻ, ഡ്രോയിങ് ബോർഡ്, ഷേപ്പ്, സൈസ്, മെറ്റീരിയൽ, ഡെസിഗ്നേഷൻ, യൂസ്. T-സ്ക്വയർ, ഷേപ്പ്, സൈസ്, മെറ്റീരിയൽ, പാർട്സ്, ഡെസിഗ്നേഷൻ, യൂസ്. മിനി ഡ്രാഫ്റ്റർ, പാർട്സ്, വർക്കിംഗ്, യൂസ്. ഡ്രാഫ്റ്റിംഗ് ടെക്നിക്. സെറ്റ് സ്ക്വയർ, പ്രൊട്ടാക്ടർ, ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. ഇതെല്ലാമാണ് അതിൽ വരുന്ന ടോപ്പിക്ക്. പിന്നെ വരുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ലൈൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസ്, ഹോറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇൻക്ലൈൻഡ്, പാരലൽ, പെർപെൻഡിക്കുലർ, കർവ്ഡ്. റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. അപ്ലിക്കേഷൻസ്, ജിയോമെട്രിക് കൺസ്ട്രക്ഷൻ, ബൈസെറ്റിംഗ് എ ലൈൻ ടു ഡ്രോ പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ ലൈൻസ്, ബൈസെക്ട് an angle,
find center, draw tangents, divide a line in equal parts. Engineering drawing, geometric figures. Different types of lines: continuous line, dashed line, dotted line. Polygon. Definition, types, properties, method of construction. Ellipse. Definition, elements of ellipse, method of construction. Different types of geometric figures and blocks: cylinders, cones, etc. Drawing angles. Measurement and its type: acute, right, obtuse, reflex, adjacent. Complementary, supplementary, methods of bisecting. Drawing triangle. Different types: equilateral, isosceles, scalene. Types of quadrilateral: square, rectangle, rhombus, trapezoid. Circles. Definition, parts, radius, diameter, sector, segment. അതായത് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ബുക്ക് ഉണ്ടാവും ബേസിക് എഞ്ചിനീയറിംഗ് എന്നുള്ള, അതിലാണ് ഇതെല്ലാം വരുന്നത്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, പ്രൊജക്ഷൻ ആൻഡ് വ്യൂസ്. പിക്ചോറിയൽ വ്യൂ. ടൈപ്സ്: ഐസോമെട്രിക് ഡ്രോയിങ്, ഒബ്ലിക് ഡ്രോയിങ്, പെർസ്പെക്റ്റീവ് ഡ്രോയിങ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, സിംബോളിക് റെപ്രസെൻറ്റേഷൻ, ഫാസ്റ്റനേഴ്സ്, റൈവറ്റ്സ്, ബോൾട്ട്സ് ആൻഡ് നട്ട്സ്. Representation of bars and profile sections. Electrical and electronic elements: resistor, inductor, capacitor. Pipe joints, methods: screwed pipe joint, welded pipe joint, planked pipe joint, etc. Units and measurements. Definition, classification, fundamental and derived units. Systems and units: FPS, CGS, MKS. Units of physical quantities, symbols. Conversion factors: measurement of mechanical quantities, electrical quantities. Related problems: mass, weight and density. Definition, comparison between mass and weight, comparison between density and relative density, specific gravity. Volume of different geometries: cube, cylinder, cone, sphere, etc. Related problems: work, power and energy. Definition, work and its units. Measurement of work: work done on bodies moving on horizontal and inclined planes. Consider frictional forces also. Concept of power and its units. Calculations of power, simple cases. Concept of kinetic energy and potential energy. Expression of P and K. Principle of conversion of energy. Related problems: speed and velocity. Definition of speed, velocity and their comparison. Scalar and vector quantity. Average velocity, acceleration and retardation. Equations of motion. Circular motion. Relation between circular motion and linear motion. Related problems. പിന്നെ വരുന്നത് heat and temperature. Definition, scientific heat and thermal capacity. Types of heat: sensible heat, latent heat. Difference between heat and temperature. Different temperature scale and conversions. Temperature measuring instruments. Related problems. പിന്നെ വരുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി: ബാറ്ററി, ജനറേറ്റർ, തെർമോകപ്പിൾ. ടൈപ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്: ഡയറക്റ്റ് കറണ്ട്, alternate current. Difference between AC and DC. Electrical terms and units. Ohm's law, Kirchhoff law. Relationship between current, volt, resistance and power. Resistance connections. Simple problems on series and parallel circuits. Insulators. Properties and classification. Conductors. Properties and classification. Electric power, horsepower, work and energy. Related problems. പിന്നെ വരുന്നത് ലിവേഴ്സ് ആൻഡ് സിമ്പിൾ മെഷീൻസ്. ഡെഫിനിഷൻസ്: വെലോസിറ്റി റേഷ്യോ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ്, എഫിഷ്യൻസി ആൻഡ് റിലേഷൻഷിപ്പ്. ഐഡിയൽ മെഷീൻസ്: ലിവർ. പ്രിൻസിപ്പൽ ടൈപ്സ്: ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. റിലേഷൻഷിപ്പ്: ലോ ഓഫ് മെഷീൻ. സിമ്പിൾ മെഷീൻസ്: ലിവർ, വീൽ ആൻഡ് ആക്സിൽ, പുള്ളീസ്, ജാക്സ് ആൻഡ് വിൻഡ് ക്രാബ്സ്. Related problems. Occupational safety, health. Safety and health. Introduction and importance of occupational safety and health. Occupational hazards, basic hazards, chemical hazards, vibroacoustic hazards.
മെക്കാനിക്കൽ ഹസാർഡ്സ്, ഇലക്ട്രിക്കൽ ഹസാർഡ്സ്, തെർമൽ ഹസാർഡ്സ്, ഒക്യുപ്പേഷണൽ ഹെൽത്ത്, occupational hygienic, occupational diseases, disorders and its prevention, accident and safety, basic principles for protective equipment, accident prevention technique, control of accident and safety measures, first aid, care of injured and sick at the workplace, first aid and transportation of sick person, basic provisions, idea of basic provision of safety, health, welfare under legislation of India. പിന്നെ വരുന്നത് environment education, ecosystem, introduction to environment, relationship between society and environment, ecosystem and factors causing imbalance, pollution and pollutants including liquid, gases, solid and hazardous waste, energy conservation, conservation of energy, reuse and recycle, global warming, climate change and ozone layer depletion, groundwater, hydrological cycle, ground and surface water, conversion and harvesting of water, environment, right attitude towards environment, maintenance of in-house environment. പിന്നെ IT literacy, computer, introduction, computer and its applications, hardware and peripherals, switching on and shutting down of computer, Windows, basic of operating system, Windows, create, copy, move and delete, files and folders, use of external memory like pen drive, CD, DVD, etc. MS Office, basic operations of word processing, cut, copy, paste, formatting, basics of Excel worksheet, commands, simple formulas and functions, internet, computer network, LAN WAN, applications of internet, browsing, searching, emailing, social networking, web browser, World Wide Web, www, web browsing, information security and antivirus tools, awareness of IT Act, importance of information security and IT Act, ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ്. ഇത്രയാണ് പാർട്ട് എയിൽ വരുന്നത്. പാർട്ട് ബിയിൽ വരുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ട്രേഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. അതെങ്ങനെ നോക്കാം. അത് നിങ്ങളൊരു ബ്രൗസറിൽ കയറുക. അതിനുശേഷം RRB RRBയുടെ ഏതൊരു വെബ്സൈറ്റിൽ കയറുക. ഞങ്ങളുടെ RRB ചെന്നൈയിലാണ് കയറുന്നത്. അതിനുശേഷം ഇവിടെ എക്സാം ട്രേഡ് സിലബസ് ഫോർ പാർട്ട് ബി ഓഫ് സെക്കൻഡ് സ്റ്റേജ് CBT എന്നാണ്. അതിൽ ക്ലിക്ക് ഹെയർ ഫോർ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രേഡ് ഉണ്ടാവും. ബുക്ക് ബൈൻഡർ, കാർപ്പൻറ്റർ, ഡൊമസ്റ്റിക് പെയിൻറ്റർ, ഡ്രൈവർ കം ഫിറ്റർ, ഗ്യാസ് കട്ടർ, ഹീറ്റ് എഞ്ചിൻ, മെക്കാനിക്കൽ ഡീസൽ, പ്ലംബർ, വൈൻഡർ, വയർമാൻ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ട്രേഡ് ഉണ്ടാവും. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇലക്ട്രോണിക് മെക്കാനിക്സ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു വലിയ PDF ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ബേസിക് ഓഫ് AC ആൻഡ് ഇലക്ട്രിക്കൽ കേബിൾസ്, ഐഡൻറ്റിഫൈ ദ ഫേസ്, നാച്ചുറൽ ആൻഡ് എർത്ത് ഓൺ, പവർ സോക്കറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. സെൽസ് ആൻഡ് ബാറ്ററീസ്, പാസീവ് കമ്പോണൻസ്, അങ്ങനെ പറഞ്ഞിട്ട് ഫുൾ ഉണ്ടാവും. നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ട്രേഡിൽ ഇത് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതുമായി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ വരാൻ ചാൻസ്. 75 മാർക്കാണ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ നിങ്ങൾക്ക് പാർട്ട് ബിൻ്റെ സിലബസ് നോക്കാവുന്നതാണ്. കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു. Subscribe for more videos. To get instant notification for new videos, click on the bell icon.